എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. ഈഗിൾ തൂക്കിയാണോ മനസ്സിലായില്ല. മലവാളി ഇഷ്യൂ ആണോ, ബോക്സിംഗ് ആണോ? ഈഗിളും മലവാളിയും കുടങ്ങി. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ. കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ. റിങ് കേട്ടിട്ട് വരുവാ. ഈഗിൾ vs മലവാ. ഇപ്പൊ എന്താ പറഞ്ഞ? ഈഗിൾ vs മലവാ. എന്തിനാടാ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ. ഞാൻ അവനെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ, വേറെ ആരാണ്ട് വീട്ടുകാരെ കുടുംബക്കാരെ ഒന്നും ഞാൻ വിളിച്ചിട്ടില്ല. പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തയ്ക്കും എന്റെ തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. നിന്നെ പോലെ തന്തയിലായ്മ പറഞ്ഞ പിന്നെ വിളിക്കാതെ ആരെ പിന്നെ വിളിക്കണ്ടേ? എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ അപ്പൊ കരിയപ്പലയാടി പൊലയാടി മോനെ, എനിക്ക് നിന്നോട് ഇത്രേ പറയാനുള്ളൂ. എന്റെ വീട്ടുകാർക്ക് കരിവേപ്പില വെച്ച് നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏത് അടിന്ന് പറയുമ്പോ വിളിച്ചിട്ട് എനിക്ക് ഇതുണ്ട് അതുണ്ട്. നീ വലിയ ആളാണ്. ആര് വിളിച്ചിട്ട്? ആരാ വിളിച്ചേ? നിന്നെ വിളിച്ചിട്ട് അതിന്റെ ഇതുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നീ ഒന്ന് ചോദിച്ചു നോക്കിയേ ആരാ വിളിച്ചേന്ന് എന്റെ ഫോണില്. കാണിച്ചു കൊടുക്കട്ടെ. ഇവിടെ മോല് കണ്ടോ, ഇതാ ദേ മണവാൾ എന്ന് പറയുന്ന അക്കൗണ്ടിനകത്തുനിന്ന് വന്നതാ. ഹലോ എന്ന് പറഞ്ഞ ആദ്യം ഒരു മെസ്സേജ് വന്നു, രണ്ടാമത്തെ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു. ഓഡിയോ കോൾ 2 വട്ടം വിളിച്ചു, ഞാൻ എടുത്തു, സംസാരിച്ചു. ഞാൻ നിന്റെ അടുത്ത് എന്റെ വയല അറിയാം അതൊരു വേണമെന്നുള്ള സംഭവം വന്നു. അതിന് ഞാൻ പറഞ്ഞു സോറി ഒക്കെ ഞാൻ ക്ഷമയൊക്കെ. എനിക്ക് ഈ മൈരി ഇതിന്റെ കാര്യം എനിക്കറിയില്ല. അയ്യോ, പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. അപ്പൊ അറിയാതെ നിന്റെ തന്ത എന്നുള്ള വാക്ക് അറിയാതെ എന്റെ വായിൽ വന്നതാ. സോറി വെക്കാൻ റെഡി ആയിരുന്നു. ആണെന്ന് വിളിച്ചു. അതിന് അവനങ്ങ് കയറി കൊണച്ചു. നീ ഞാനാരാ? സിമ്പിൾ ആയിട്ട് ഞാൻ വാണെന്ന് വിളിച്ച് അതിനകത്ത് കുറച്ചെന്നേ. പിന്നെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? എന്റെ കുടുംബക്കാർക്ക് ഒരു തേങ്ങ അറിയില്ല, എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല. എന്റെ തന്തക്ക് വിളിക്കാൻ മാത്രം പൂറി മോനെ നീ ആരാമാരാ. പോക്കൃത്തരം കാണിച്ചാൽ ഇങ്ങനെയായിരിക്കും വീട്ടിലിരിക്കുന്നവരൊക്കെ കേൾക്കേണ്ടി വരും മച്ചാനെ. അതാദ്യം മനസ്സിലാക്ക്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അതാദ്യം നീ മനസ്സിലാക്ക. അത് നീ നന്നായാൽ തന്നെ പകുതി കാര്യങ്ങൾ പകുതി പ്രശ്നം അവർക്കൊന്നും കേൾക്കേണ്ടി വരില്ല. നീ നന്നാവാത്തതാണ് പ്രശ്നം. വാഴയും വെച്ചാ മതിയായിരുന്നു. പക്ഷെ വീട്ടിലുള്ള ആൾക്കാർ തന്തക്കും മരുന്ന് വിളിക്കരുത്. വിളിക്കാൻ നിൽക്കണ്ട പൂറി മോനെ, മനസ്സിലായല്ലേ? അത്രേ ഉള്ളൂ. നീ ബാക്കി എന്താ വെച്ച് ചെയ്. ആയിക്കോട്ടെ ശരി. അച്ചിലോക്കി കുറിതൊട്ട വാണവേ. കോട്ടെ സാരല്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. എന്തിനാ അല്ല, എനിക്ക് ഇതിനകത്തൊന്നും ഇടപെടാൻ താല്പര്യമില്ല. എനിക്ക് ഇതിനകത്തൊന്നും. പിന്നെ ഇത്രയും അപരാധം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനകത്ത് വന്ന് പറഞ്ഞത്, മനസ്സിലായ? എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.